റോജായ കഴിഞ്ഞ പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു കേരയിൽ. അതിപ്പോൾ ഏറെക്കുറെ ഉപേക്ഷിച്ച ഘട്ടത്തിലാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ആ നാട് മുഴുവൻ ഇട്ട മഞ്ഞ കുറ്റികളുണ്ട്. അതുമൂലം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിലൊരു തീരുമാനം ഈ സതീശൻ സർക്കാർ ഉണ്ടാക്കും. ഈ കേരയിൽ പദ്ധതി അഥവാ സിൽവർ ലൈൻ പദ്ധതി വരുന്നതിനെ ശക്തമായിട്ട് എതിർത്തതാണ് അന്നത്തെ ഈ പ്രതിപക്ഷമായിരുന്ന UDF. അവരതിന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊട്ടും പ്രായോഗികമല്ലെന്നും ഒരുപാട് പേർക്ക് ഭൂമി നഷ്ടപ്പെടുമെന്നും കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഒട്ടും അനുയോജ്യമല്ല എന്നുമായിരുന്നു UDF കണ്ടെത്തി. UDF അതിനൊരു പ്രത്യേക അന്വേഷണ സമിതിയെ തന്നെ നിയോഗിക്കുകയും അവരതിൻ്റെ സാധ്യതകൾ ഒട്ടും കേരളത്തിന് യോജിക്കുന്നതല്ല എന്നായിരുന്നു. MK മുനീർ അധ്യക്ഷനായ ഒരു ഉപസമിതിയാണ് അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ കേരളത്തിന് ഒട്ടും പ്രായോഗികം അല്ല എന്നായിരുന്നു ആ സമിതിയുടെ കണ്ടെത്തൽ. കാരണം വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. അതായത് രണ്ട് സൈഡും കെട്ടി ഉയർത്തി അതിൻ്റെ മുകളിലൂടെയാണ് വണ്ടി പോകുന്ന തരത്തിലാണ് ഇവരെ വിഭാവനം ചെയ്തത്. അതിനുള്ള കേരളത്തിലെ 11 ജില്ലകളിൽ കൂടിയായിരുന്നു ആ പദ്ധതി കടന്നു പോകുന്നത് വിഭാവനം ചെയ്തത്. 63,000 കോടി രൂപയുടെ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു. 5 വർഷം കൊണ്ട് തീർക്കും എന്നൊക്കെയായിരുന്നു അവകാശപ്പെട്ടത്. പക്ഷേ ഈ പദ്ധതിക്ക് കേന്ദ്രാനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറഞ്ഞൊരു ആഭാസകരമായ ഒരു പരിപാടി നടത്തി. അവിടെ ഇവിടെ എല്ലാം കൊണ്ട് കേരളം ഒരു പകുതി, കേരളത്തിന്റെ പകുതി പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഈ മഞ്ഞക്കുറ്റി, ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി കേരളയിൽ എന്ന് എഴുതിയ മഞ്ഞക്കുറ്റി കൊണ്ടുപോയി അവിടെ എല്ലാം പതിക്കുകയും ജനങ്ങൾ ഒരുപാട് പലരുടെയും വീടിനകത്തും പുറത്തും അവരുടെ കിടപ്പാടം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ഒരു മഞ്ഞക്കുറ്റി കേരളം ഒട്ടാകെ കൊണ്ടിട്ട്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പ് വന്നതോടുകൂടി ആ മഞ്ഞക്കുറ്റികൾ പറിച്ച് അവർ കടലിലും കായലിലും ഒക്കെ എടുത്തെറിയുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷെ അതിന്റെ ഒരു ദുരന്തം അതായിരുന്നു. അതേക്കുറിച്ച് അതായത് സർക്കാരിന് ഒരു ഭാവനയുമില്ലാതെ ഒരു പ്രാഥമികമായ പഠനവും നടത്താതെ ആവിഷ്കരിച്ചുകൊണ്ട് വന്ന ഇതിന്റെ പേരിൽ 100 കോടി രൂപ ചെലവായി എന്ന് ഓർത്തണം. അതിനുവേണ്ടി ഒരു തട്ടിക്കൂട്ട് ഓഫീസ് ഉണ്ടാക്കി കുറെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ഇതിനു വേണ്ടി സർവേ നടത്താനും മറ്റേ കോടികളാണ്. കുറെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ കോട്ടൺലി സ്കൂളിന്റെ അടുത്ത് കാർമൽ മന്ദിരം എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് കുറെ എണ്ണം ഇപ്പോഴും ഇരിപ്പുണ്ട്, പോയിട്ടില്ലൊന്നും. അപ്പൊ ഇതുങ്ങൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതി കൊണ്ട് ആകെ ഉണ്ടായ ഏക നേട്ടം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും സംസ്ഥാനത്തിന് ഗുണമാണ്. എന്നിട്ട് അതാണ് അതിന്റെ ഏറ്റവും ദുരിതപൂർണമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ടവരുടെ വീടുകളിൽ, അതായത് 1 സെന്റ് 2 സെന്റ് ഒക്കെ ഉള്ളവരുടെ വീടുകളിലാണ് ഇത് കൊണ്ടുപോയി പലയിടത്തും ഇട്ടിരിക്കുന്നത്. എന്താ കൂടുതൽ വസ്തുവുള്ളവരുടെ അവിടെയൊക്കെ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. 1000 ചില്ലുവാനം ഹെക്ടർ ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. 1300ഓളം ഹെക്ടർ ഭൂമി. നമ്മൾ സംഭവിച്ചതെന്താണ്, ഈ മഞ്ഞക്കുറ്റി എവിടെയൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ആ ഭൂമി പണയപ്പെടുത്താനോ വിൽക്കാനോ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. അപ്പൊ ഇപ്പോഴും അവരുടെ എല്ലാം ആ ദുരിതത്തിൽ കിടക്കുക. അതിനും പുറമെയാണ് ഇതിനെതിരായിട്ട് സമരം നടത്തിയവർക്കെതിരെ എടുക്കുന്ന കേസുകൾ. നമ്മൾ കണ്ടതാണ് ഈ മല്ലപ്പള്ളി, അതായത് കോട്ടയം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശത്ത്, മല്ലപ്പള്ളിക്കും അതിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത്, ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു അമ്മയും കുഞ്ഞിനെയും അമ്മയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ സ്ത്രീക്കെതിരെ ഏതാണ്ട് വലിയ കുറ്റങ്ങൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അവർക്കെതിരെ കേസെടുക്കുകയും അങ്ങനെ വലിയ ക്രൂരമായ പോലീസിന്റെ മർദ്ദനമേൽക്കുകയൊക്കെ ചെയ്തു. ഒരു വികസനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിയത്. CPM-ന്റെ തോൽവിക്കൊക്കെ പ്രധാന കാരണം അതാണ്. ഈ തുടർഭരണം കിട്ടിയതിന്റെ ഒരു അഹങ്കാരത്തിലായിരുന്നു. നമ്മള് തൃക്കാക്കരയിലാണ് ഇതൊരു വലിയ പദ്ധതി വന്ന് ഇവിടെ കേരളം മുഴുവൻ ഇപ്പൊ സ്വർഗമാകും എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ തട്ടിവിട്ടത്. അപ്പൊ അന്ന് അത് മുതൽ ആണ് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെതിരായി തിരിഞ്ഞു തുടങ്ങിയത്. അതായത് തുടർഭരണം കിട്ടിയതിന്റെ ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലുമാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ഇറങ്ങിയത്. അതായത് കേരളത്തിൽ 2018-ലും 2019-ലും പ്രളയം ഉണ്ടായി നമ്മുടെ നാട് ഏതാണ്ട് മുങ്ങിപ്പോകുന്ന സ്ഥിതിയിലെത്തിയത്. അവിടെയാണ് ഇങ്ങനെ മതിൽ പോലെ കെട്ടി, ദീർഘമായ ദൂരത്തിൽ മതിൽ കെട്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രളയത്തെക്കുറിച്ചൊന്നും ഒരു പഠനവും നടത്തിയിട്ടില്ല. 2 മഴ പെയ്താൽ തന്നെ കേരളം വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഒരാലോചനയോ പഠനമോ ഒന്നുമില്ലാതെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. അതിന്റെ പിന്നിലുള്ള വലിയൊരു സാമ്പത്തിക ശക്തി, ഒരു സാമ്പത്തിക നേട്ടം ഈ ഭരണത്തിലുള്ളവർക്ക് തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാന ഉദ്ദേശം. അതിനാണ് സിൽവർ ലൈൻ കൊണ്ടിരുന്നു, അതിവേഗം പോകണം എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ കേരളത്തിന് അത്ര റെയിൽ ആവശ്യമാണ്, അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ
നിങ്ങൾ അതിനുള്ള ആവശ്യമായ പഠനം കേന്ദ്ര സർക്കാർ പറഞ്ഞ എന്താണ്, ഇപ്പൊ നിലവിലുള്ള നിലവിലുള്ള റെയിൽ പാതയോട് ചേർന്ന് തന്നെ ഭൂമി എടുത്ത് ഒരു അതിവേഗ പാത ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതൊന്നും അംഗീകരിക്കാതെ നാട്ടിലെങ്ങും കൊള്ളാത്ത രണ്ടൂന്നും മണ്ടന്മാരെ കൊണ്ടുവന്ന് എന്തോ സർവേ ഒക്കെ നടത്തി ഇട്ടാണ് പോയത്. കാരണം ഡൽഹി മെട്രോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനെ എതിർത്തവരായിരുന്നു ഈ CPM. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് നടത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജനങ്ങളുടെ ഒരു പരിഗണനയോ അവരുടെ നിന്ന് അഭിപ്രായം തേടുകയോ ചെയ്യാതാണ് ഇത്ര വലിയൊരു ബൃഹത്തായ പദ്ധതിക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പൊ അന്ന് അതിനകത്ത് ദുരിതം അനുഭവിച്ച ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട്. ഒരുപാട് മർദ്ദനമേറ്റവർ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു അമ്മയും കുഞ്ഞും, അത് കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ആ കൊച്ചു കുഞ്ഞ് അമ്മയെ പോലീസുകാർ വലിച്ചടിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് എനിക്കിപ്പോഴും അത് കാണുമ്പോൾ ഒരു ഭയമാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ തല്ലിച്ചതച്ച ഒരു സമരമായിരുന്നു അത്. ഈ CPM സത്യം പറഞ്ഞാൽ അതിലൊന്നും ഒരു പശ്ചാത്താപം പോലും ഇപ്പം ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു സമരം നടത്തിയവരോട് ഒരു കരുണ കാണിച്ചില്ല എന്നുള്ളത് പോലും പറയുന്നില്ല. ഈ സർക്കാരിന്റെ തോൽവിക്കിടയാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ആ പദ്ധതിയെ കുറിച്ച് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കുറെ മണ്ടൻ പരാമർശങ്ങൾ, മലപ്പുറത്ത് അപ്പം കെട്ടി രാവിലെ ഇവിടെ വന്ന് വിറ്റിട്ട് എന്നൊക്കെ പറയുന്ന അപ്പം കൊണ്ടൊന്ന് വിൽക്കാമെന്നൊക്കെ പറയുന്ന മണ്ടൻ ഇതേപോലുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു വികസന പദ്ധതി കൊണ്ടാണ് വന്നത്. അത് ജനങ്ങൾ തിരസ്കരിച്ചു എന്നുള്ളത്. കഴിഞ്ഞ ഈ 3-4 തെരഞ്ഞെടുപ്പോൾ അതിനുള്ള ആ ഭാഗത്തൊക്കെ CPM തറ തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ തോറ്റുപോയ സംഭവങ്ങളാണ്. അപ്പൊ ഈ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സമരസമിതിക്കാര് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കെതിരെ എടുത്ത കേസുകളും ഇത് രണ്ടും അനുഭവപൂർവമായി പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. സതീശൻ അതിന്റെ ആ സമരത്തിന് നയിച്ച ഒരാളെന്നുള്ളതിൽ സതീശൻ അത് വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഈ പദ്ധതി വേറെ ഏതെങ്കിലും, കാരണം പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ദോഷം വരാത്ത രീതിയിലുള്ള പദ്ധതി നടപ്പാക്കുന്നത് നല്ലത് തന്നെയാണ്. അതായിരുന്നു അന്ന് UDF പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വക പരിഗണനകളുണ്ടായി. ഈ ജനങ്ങൾക്കെതിരെ എടുത്ത കേസുകളാണ് ആദ്യം പിൻവലിക്കുന്നത്. എന്നിട്ട് അവരുടെ ഭൂമി വിട്ടുകൊടുക്കുക. കാരണം അവർക്ക് ഒരു തരം ആ സമയത്ത് വന്നൊരു വലിയ സംഭവമായിരുന്നു. ഒരു വിദ്യാർത്ഥി വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ട് അവന്റെ ഭൂമി പണയം വയ്ക്കാൻ വേണ്ടി എല്ലാം നിർദ്ദേശം വന്ന സമയത്താണ് ലോൺ അനുവദിക്കുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പാണ് അവന്റെ പറമ്പിൽ കൊണ്ടുപോയി കുറ്റിയിടുകയും ആ ഭൂമി വേറെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുകയും ചെയ്തു. ആ ചെറുപ്പക്കാരന്റെ വിദ്യാഭ്യാസം പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെ അടഞ്ഞുപോയി. അങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കുരുക്കിലായവരും ജീവിതം തന്നെ വഴിമുട്ടിയവരും ഒക്കെ ഉണ്ട്. ബാങ്കുകളിൽ പണയം വെച്ച ഒരു കാർഷിക ലോൺ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. സർക്കാരിന് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു കൺസേണും ഇല്ല എന്നുള്ളതാണ്. അവരുടെ വീടിന്റെ വാതിക്കെ കൊണ്ട് ഒരു കുറ്റിയിട്ടിട്ട് എന്നാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തോ? അതുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ഭൂമി പെർമനന്റായിട്ട് വേറൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ടെത്തിച്ചിട്ട് മാറി നിൽക്കുകയാണ്. വികസനം എന്ന് പറയും. അപ്പൊ അങ്ങനെ ജനങ്ങളോട് ഏറ്റവും നിരുത്തരവാദപരമായി പെരുമാറിയതിന്റെ ഒരു ശിക്ഷ കൂടിയായിരുന്നു ഇത്. വികസനം എന്ന് പറഞ്ഞ പേരിൽ ജനങ്ങളെ പറ്റിക്കാൻ നോക്കി ഒരു വശത്ത്, അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അപ്പൊ ഈ ജനങ്ങൾ ഇവരെ ശിക്ഷിച്ചതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ജനങ്ങളോട് ഒരു തരത്തിലും കരുണ കാണിക്കാത്തവരാണ്. വികസനത്തിന്റെ പേരിൽ പാവങ്ങളെ പെരുവഴിയിലാക്കിയതിന് കൊടുത്ത ഒരു ശിക്ഷയാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇത് ഉണ്ടായത്. അപ്പൊ സർക്കാർ ഈ സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളോട് കരുണാപൂർവ്വം പെരുമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം സതീശനുണ്ട്. സതീശനാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഈ കേരള വിരുദ്ധ സമിതിയുടെ പല സ്ഥലങ്ങളിലും നാടാകെ നടന്ന് പ്രസംഗിക്കുകയും അവർക്ക് സമരക്കാർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്ത. അന്ന് പറഞ്ഞാണ് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുമെന്നും ഭൂമി തിരിച്ചു കൊടുക്കുമെന്നുള്ള സതീശന്റെ വാഗ്ദാനമുണ്ട്. സതീശൻ ആ വാഗ്ദാനം നടപ്പാക്കണം.